ബംഗ്ലാദേശിന്റെ അഹങ്കാരം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ബംഗ്ലാദേശിന്റെ കയ്യിലിരിക്കുന്ന ചിറ്റഗോങ് എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യ പിടിച്ചെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് അതിന്റെ പുറകിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. അതിന്റെ പുറകില് ചൈന ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ വളയാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അയാൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റിൽ വരുന്ന സ്റ്റേറ്റുകൾ ലാൻഡ് ലോക്ക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ഈ റീജിയണിലെ പ്രധാനപ്പെട്ട ഗാർഡിയൻ എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ റീജിയൺ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ കൊൽക്കത്തയ്ക്ക് അപ്പുറത്ത് ബംഗ്ലാദേശിന്റെ അതിർത്തി തുടങ്ങുന്ന അവിടെ മുതൽ ഈ ചിറ്റഗോങ് ഹിൽസിന്റെ എൻഡ് വരെ, എന്ന് വെച്ചാൽ നമ്മളെ മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ തൊട്ട് താഴെ വരെയുണ്ട് ചിറ്റഗോങ്ങിന് പ്രദേശങ്ങൾ, അതായത് ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ. അപ്പോ ഇന്ത്യയുടെ മണിപ്പൂര് ഈ ചിറ്റഗോങ്ങിന് തൊട്ട് മുകളിലായിട്ട് മാപ്പിൽ നോക്കിയാൽ കാണാം, തൊട്ട് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ നമുക്ക് എന്തില്ല, ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി ഇല്ല. നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ചിറ്റഗോങ് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം. അന്ന് ചിറ്റഗോങ്ങിൽ ഉണ്ടായിരുന്നത് മെജോറിറ്റി ബുദ്ധിസ്റ്റുകളായിരുന്നു. ബുദ്ധിസ്റ്റുകളും ഹിന്ദുസും വളരെ കുറച്ച് ക്രിസ്ത്യൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. മതത്തിന്റെ പേര് പറഞ്ഞായിരുന്നുവല്ലോ വിഭജനം. അപ്പോൾ ഇസ്ലാമിക മതവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ എന്ന രീതിയിലായിരുന്നുവല്ലോ അന്നത്തെ വിഭജനം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ചിറ്റഗോങ് ഒരു കാരണവശാലും ബംഗ്ലാദേശിന്റെ അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമാകേണ്ടതായിരുന്നില്ല. ചിറ്റഗോങ്ങിൽ ഉണ്ടായിരുന്ന അന്നത്തെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള അവരുടെ താല്പര്യം അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഈ ചിറ്റഗോങ് റീജിയണ് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രതിനിധി അന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. അത് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമായിരുന്നു. അസം അതുപോലെ തന്നെ ബംഗാളിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചിറ്റഗോങ്ങിന് മാത്രമായിട്ട് പ്രത്യേകമായ ഒരു പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് ഈ വിഭജനം നടന്ന സമയത്ത് അവരുടെ ശബ്ദം ആരും കേട്ടില്ല. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽ നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് കൊടുത്തിരുന്നു ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്ന്. പക്ഷെ വിഭജനം നടന്നപ്പോ ഈ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ചിറ്റഗോങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അവർ ഇന്ത്യയുടെ പതാകയാണ് അവിടെ ഉയർത്തിയത് വിഭജന സമയത്ത്. കാരണം അവർ വിചാരിച്ചത് മണിപ്പൂരിനോട് ചേർന്ന് കിടക്കുകയാണ്, അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ചിറ്റഗോങ് കൂടി പാകിസ്ഥാന് കൊടുത്തു. പറഞ്ഞ കാരണം എന്തായിരുന്നു എന്നറിയാമോ? ഈ ബംഗ്ലാദേശിന്റെ, അതായത് പാകിസ്ഥാൻ ഈ ഭാഗത്ത് വലിയ നല്ലൊരു പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചിറ്റഗോങ് എന്ന് പറയുന്നത് പാകിസ്ഥാന് വേണമെന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ അന്ന് അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. എന്ത് വില കൊടുത്തും നമ്മൾ അന്ന് അതിനെ പിടിച്ചെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ അഹങ്കാരം പറയാൻ യൂനുസിന്റെ നാക്ക് പൊങ്ങുമായിരുന്നില്ല. ഇന്ന് അയാൾ പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ്. അവർക്ക് സമുദ്രമായിട്ട് ഒരു കണക്ഷനും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ചിറ്റഗോങ് നമുക്ക് കിട്ടാതെ പോയതുകൊണ്ടാണ്. സത്യത്തിൽ ഇന്ത്യ ചെയ്യേണ്ടത്, എന്ത് തരംതാണ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും, എന്ത് നാറിയ കളി കളിച്ചിട്ടാണെങ്കിലും, ഏത് വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും ചിറ്റഗോങ് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. അതിന് ബലൂചിസ്ഥാനിൽ ഒരു ആർമി ഉണ്ടാകുകയും അവരിന്ന് പാകിസ്ഥാനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ രീതിയിൽ ഈ ചിറ്റഗോങ്ങിനകത്ത് ഒരു സൈന്യത്തെ രൂപീകരിക്കാനും അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ പൊരുതിക്കൊണ്ട് ഈ ഒരു പ്രദേശത്തെ ഇന്ത്യയുടെ ഭാഗമാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പോലും, അതുപോലും ചെയ്തെങ്കിൽ നമുക്ക് വളരെയധികം അത് ഗുണം ചെയ്യും. ഏത് മാർഗം, അതിനു വേണ്ടിയിട്ട് ഏത് മാർഗം സ്വീകരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു പ്രശ്നം തന്നെയാണ്. അത് നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രശ്നം എന്ന് പറയുന്നതിന്റെ കാരണം ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ്. നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഒരുപാട് അങ്ങ് ദൂരെ കിടക്കുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നൊരു തോന്നൽ നമുക്ക് തന്നെയുണ്ട്. ഇന്ത്യയുടെ മേപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് അറിയാമല്ലോ. അങ്ങ് ദൂരെ കിടക്കുകയാണ്. നമ്മളുമായിട്ട് ഒരു അകലം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ചിറ്റഗോങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാകണം. അതോടെ ബംഗാൾ ഉൾക്കടലിലേക്ക് നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവുകയാണ്. നമുക്ക് അവിടേക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ സൈന്യത്തെയും നേവിയെയും ഒക്കെ നമുക്ക് വിന്യസിക്കാനും ബംഗ്ലാദേശിന്റെ അഹങ്കാരത്തിന് ഒരു കനത്ത തിരിച്ചടി കൊടുക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ചിറ്റഗോങ്ങിനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ധാർഷ്ട്യം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ, 145 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സംഭവിക്കണം. ബംഗ്ലാദേശിന്റെ തല കൂടി ഇന്ത്യ എടുക്കണം. മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിന്റെ രംഗ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ് കൂടി ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നെക്ക് കോറിഡോർ അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന പ്രതിസന്ധിക്ക് എന്നേക്കുമായി പരിഹാരം ഉണ്ടാവും. നമുക്ക് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. ബംഗ്ലാദേശിന്റെ അഹങ്കാരത്തിന് എന്നേക്കും അറുതി വരും. ഇല്ല എങ്കിൽ
ഇവർ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ, ഈ തുക്കടാ രാജ്യത്തെ ഇന്ത്യയുടെ ശത്രുക്കൾ എല്ലാ കാലവും ഉപയോഗിക്കും. അതിപ്പോ അമേരിക്ക ആണെങ്കിലും ഉപയോഗിക്കും, അത് ചൈന ആണെങ്കിലും ഉപയോഗിക്കും, പാകിസ്ഥാൻ ആണെങ്കിലും ഉപയോഗിക്കും, ചിലപ്പോൾ നാളെ തുർക്കി പോലും ഈ രാജ്യത്തെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. അപ്പൊ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാം തരം ഒരു ചൂരൽ വടിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആദ്യമേ തന്നെ നമ്മൾ നിലയ്ക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വൈകിപ്പോയി. ഏതെങ്കിലും കാരണവശാൽ എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ രണ്ട് പ്രവിശ്യകൾ ചിറ്റഗോങ്ങും ആ ഒരു രംഗ്പൂർ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്നെന്നും നമ്മുടെ രാജ്യത്തെ നമുക്ക് ഈ റീജിയണിൽ സേഫ് ആക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.